ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ തസ്രീഫുൽ അഫ്ആലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം നമ്മൾ പറഞ്ഞത് അസ്സഹീഹു വൽ മുഅത്തൽ, ഫെയിലുകളെ രണ്ടായി വേർതിരിക്കാമെന്നാണ്. സഹീഹും മുഅത്തലും അല്ലേ. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളുള്ള അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരം വരുന്ന ഫെയിൽ മുഅത്തൽ എന്ന് പറയും, അല്ലാത്തത് സഹീഹ്. അപ്പോൾ ഈ സഹീഹും മുഅത്തലുമായ ഫെയിലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മാദി മുദാരി അമ്രക്കാക്കി മാറ്റുമ്പോൾ അതിൽ ചില മാറ്റങ്ങളുണ്ടാകും, ചില അക്ഷരങ്ങൾ ഹദ്ഫ് ചെയ്യും. അത് നമ്മൾ പറഞ്ഞു. ഫാ ഉൽ ഫെയിൽ, ഒന്നാമത്തെ അക്ഷരം വാവായിട്ടുള്ള ഫെയിലാണെങ്കിൽ അതിനെ മുദാരി ആക്കുമ്പോൾ അത് ഫഅല യഫ്ഇലു എന്നുള്ള ബാബാണെങ്കിൽ എന്താവും, അതിലെ ആ വാവ് ഹദ്ഫ് ചെയ്യും. അപ്പോൾ വഅദ യഇദു എന്നാവും. അപ്പോൾ രണ്ടാമത്തെ ഏത് ബാബായിരുന്നു? ഫഅല യഫ്ഇലും, പിന്നെ ഒരു ബാബും കൂടി ഉണ്ടായിരുന്നല്ലോ, ഫഅല യഫ്ഇലു വഅദ യഇദു. വേറെ ദറബയായിരുന്നോ? ദറബയാണ് ഫഅല യഫ്ഇലു. പിന്നെ അടുത്തത് ഏതായിരുന്നു? ഈ മത്തനിലില്ല, മറന്നല്ലോ. വഅദ യഇദു. രണ്ടാമത്തെ ബാബ് ഏതായിരുന്നു? ഫഇല യഫ്അല. ഉദാഹരണം ഇല്ല, ഫഇല യഫ്അലു ഇല്ല, വജില യൗജലു തന്നെയാണല്ലോ. വജില യൗജലു, മാറ്റല്ല. രണ്ടാമത്തെ വസ്ന ഏതായിരുന്നു? നോക്കാം. ഫഅല യഫ്അലു, വഹബ യഹബു. ഫഅല യഫ്അലു, വളഅ യളഉ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫഅല യഫ്അലു അതുപോലെ ഫഅല യഫ്ഇലു ഈ രണ്ട് വസ്നിലും ഉള്ള ഫെയിലുകളാണെങ്കിൽ അതിൻ്റെ ഫാ ഉൽ ഫെയിൽ, ഒന്നാമത്തെ അക്ഷരം വാവുമാണെങ്കിൽ ആ വാവ് എന്ത് ചെയ്യും, മുദാരിയായി ആകുമ്പോൾ നഷ്ടപ്പെടും. ശരി. ഇനി രണ്ടാമത്തെ പ്രശ്നം അല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം എന്താണ്? സഹീഹ് മുഅത്തലുമായിട്ട് ബന്ധപ്പെട്ട് ലമീറുകൾ കൂടി ചേരുമ്പോൾ എന്താവും എന്നുള്ളതായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ലമീർ രണ്ട് തരത്തിലുണ്ട്. ലമീറു ലമീറുൽ മുത്തഹർരിക് ഉണ്ട്, ലമീറു സാക്കിൻ ഉണ്ട് അല്ലേ. സുക്കൂനുള്ള ലമീറുകളുണ്ട്, അതുപോലെ ഹറക്കത്തുള്ള ലമീറുകളുണ്ട്. ഹറക്കത്തുള്ളത് ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്, ഇത് നോണത്തേണ്ടി വരുമല്ലോ. അപ്പോൾ ലമീറു അർ-റഫ്ഇ അൽ മുത്തഹർരിക്, ലമീറു റഫ്ഇ അസാക്കിൻ. ഏതൊക്കെയാണ് സാക്കിനായത്, ഏതൊക്കെയാണ് മുത്തഹർരിക്കായത്? മുത്തഹർരിക്കായത് മൂന്നെണ്ണമാണ്. ഒന്ന് താ അൽ ഫാഇൽ. ഏതൊക്കെയാണ് താ അൽ ഫാഇൽ എന്ന് പറയുന്നത്? ഫഅൽത, ഫഅൽതി, ഫഅൽതു. പിന്നെ അതിൻ്റെ കൂടെ ഹർഫുകൾ വന്നിട്ടുള്ള ഫഅൽതുമാ, ഫഅൽതും, അങ്ങനെയുള്ള. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് ഫഅൽത എന്നുള്ള, അത് ഫഅൽത, ഫഅൽതി, ഫഅൽതു ഇങ്ങനെയുള്ള താകൾ, അതിനാണ് താ അൽ ഫാഇൽ എന്ന് പറയുന്നത്. ഒന്നാമത്തെ. രണ്ടാമത്തേത് നൂനു അന്നിസ്വ, ഒരു സംഘം സ്ത്രീകൾ എന്ന് പറയുന്നത് നൂന്, അതേതാണ്? യഫ്അൽന, യദ്രിബ്ന എന്ന് പറയുന്നത്. മൂന്നാമത്തത് നാ അൽ ഫാഇലീൻ, ഒരു സംഘം പുരുഷന്മാർ ചെയ്തു എന്ന് പറയുന്ന നാ, നൂനല്ല, നൂൻ അലിഫ്, അതാണല്ല നാ എന്ന് പറയുന്നത്. ഫഅൽന, ദറസ്ന, ഖറഅന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ മൂന്നാണ് ലമീറുർ റഫ്ഇ അൽ മുത്തഹർരിക്. ഇതൊക്കെ ഹർക്കത്തുള്ളതല്ലേ. താ, തീ, തു എന്നൊക്കെ പറയുമ്പോൾ അതിന് ഹർക്കത്തുണ്ട്. ഫഅൽന എന്ന് പറയുമ്പോൾ അതിന് ഫത്ഹുണ്ട് ആ നൂനിന്. അതുപോലെ ഫഅൽന എന്ന് പറയുമ്പോഴും നൂനിന് ഫത്ഹുണ്ട്, എന്നിട്ടാണല്ലോ അലിഫ്. അപ്പോൾ ഇതൊക്കെ ലമീറു അർ-റഫ്ഇ അൽ മുത്തഹർരിക്കാണ്. ഇനി സാക്കിനായത് ഏതൊക്കെയാണ്? അലിഫുൽ ഇസ്നൈൻ, ഫഅല എന്നുള്ള, ദറബ, ആ അലിഫ്, അലിഫ് എപ്പോഴും സാക്കിനാണ്. പിന്നെ രണ്ടാമത്തേത് വാവുൽ ജമാ, ഫഅലു, ദറബു, ആ വാവ് സാക്കിനാണ്. ഊ എന്ന് പറയുമ്പോൾ വാവിന് സുക്കൂനാണ്. മൂന്നാമത്തേത് യാ ഉ അൽ മുഖാത്തബ, സ്ത്രീയായ ഒരു ഫായിലിനോട് സംസാരിക്കുമ്പോൾ, അല്ല, സ്ത്രീയായ ഒരു മുഖാത്തബിനോട് സംസാരിക്കുമ്പോൾ തഫ്അലീന എന്ന് പറയുന്ന ആ യാ. ശരി. ഇനി ഈ ദമീറു അർ-റഫ്ഇൽ മുത്തഹർരിക് ആദ്യം പറഞ്ഞ മൂന്നെണ്ണം, അത് വരുമ്പോൾ
മുഅത്തല്ലായ ഫീലുകളുടെ സ്വഭാവം എന്തായിരിക്കും? അതുപോലെ സാക്കിനായ ദമീറുകൾ വരുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ സ്വഭാവം? ഇതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ തുടങ്ങിയിരുന്നു മുത്തഹരിക്കായിട്ടുള്ളത് ത, ന, ന എന്ന് പറയുന്ന ഈ മൂന്നെണ്ണം. ഇത് വരുമ്പോൾ ഫീലുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക എന്നാണ് നോക്കുന്നത്. ഒന്നാമത് നമ്മൾ പറഞ്ഞു 8 വിഭാഗങ്ങളുണ്ട്. സാലിമുണ്ട്, മഹ്മൂസ് ഉണ്ട്, മുദഅഫ് ഉണ്ട്, മിസാൽ, അജ്വഫ്, ലഫീഫ്, മഫ്റൂഖ് അല്ലേ? ലഫീഫ് മക്റൂന്, ലഫീഫ് മഫ്റൂഖ് 7 എണ്ണം. ഏതൊന്നപ്പോൾ നഷ്ടപ്പെട്ടത്? നാക്കിസ് പറഞ്ഞില്ല, നാക്കിസ്. അപ്പോൾ 8 വിഭാഗമുണ്ട് ഫേലുകൾ അല്ലേ? സ്വഹീഹ് മുഅത്തൽ എന്നുള്ള ആ ഒരു എഅ്തിബാറിൽ ആ ഒരു വിഷയം പരിഗണിച്ചിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഫേലുകൾ 8 തരത്തിലുണ്ട്. ഈ 8 ഫേലുകളും 8 രൂപത്തിലുള്ള ഫേലുകളും ദമീറുകൾ വരുമ്പോൾ എങ്ങനെ പെരുമാറുന്നതാണ് അറിയേണ്ടത്. ഒന്നാമത് ദമീറുർ റഫി അൽ മുത്തഹരിക്ക് നോക്കാം നമുക്ക്. അപ്പോൾ അതിൽ പറയാനുള്ളത് ഈ 8 എണ്ണത്തിൽ എല്ലാവരും നോർമലാണ്, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നമുള്ളത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, വെറുതെ സമയങ്ങളുണ്ടല്ലോ. പ്രശ്നമുള്ളത് മുദഅഫിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇപ്പോൾ മുദഅഫായിട്ടുള്ളൊരു ഫെയിൽ എടുക്കുക. ഉദാഹരണത്തിന് മറ എന്നുള്ള ഫെയിൽ മുദഅഫല്ലേ ഇത് അല്ലേ? മറ ശബ്ദുണ്ടല്ലോ, അതിൻ്റെ കൂടെ ദമീറുർ റഫ്ഇ അൽ മുത്തഹരിക്ക് വരണം. ദമീറുർ റഫ്ഇ മുത്തഹരിക്ക് ഏതൊക്കെയാണ്? ത എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തീ തൂ ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കിയാൽ മതി. ത, നൂൻ നിസ്വന, നാ 3 എണ്ണം വരുമ്പോൾ എന്താവും? മറ എന്നുള്ളത്, മറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടന്നു പോയി, കടന്നു പോയി, പാസ് ബൈ എന്നുള്ള. അതിൻ്റെ കൂടെ ദമീർ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഹർക്കത്തുള്ള ദമീർ വരുമ്പോൾ ഞങ്ങൾ നടന്നു പോയി എന്നെങ്ങനെ പറയാം? മറർന. അപ്പോൾ പോട്ടെ, അറിയാത്ത കാര്യം ഞാൻ പറയാത്ത കാര്യം ഞാൻ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പം നമ്മളിന്ന് ഖുർആനിൽ കണ്ടൊരു ഉദാഹരണം ആയത്ത് അന്ന സ്വബബ്നൽ മാ സ്വബ്ബ. സ്വബബ്ന എന്ന് പറഞ്ഞാൽ ആ ഫേല് ശരിക്കും എന്താണ്? സ്വബ്ബ എന്നാണ്. കോരി ചൊരിഞ്ഞു എന്നുള്ളതിന് അറബിയിൽ പറയാം സ്വബ്ബ എന്നാണ്. അത് ഞങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുടെ ഞങ്ങൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? നാം എന്ന് പറയുന്ന. അപ്പോൾ അവിടെ ജമ്മാണല്ലോ ഉപയോഗിക്കുക, ബഹുവചനമായിട്ടാണല്ലോ ഉപയോഗിക്കുക. അപ്പോൾ സ്വബബ്ന എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വബ്ബ എന്നായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? സ്വബബ്ന. മറ എന്നുള്ളത് അതേപോലെ തന്നെ അല്ലേ? മറർന. അവിടെ എന്താ സംഭവിച്ചത്? ഈ ഷദ്ദിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അതിന് പറയാം ഫക്കുൽ ഇദ്ഗാം എന്നാണ് പറയാം. ഫക്ക് എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. ഫക്ക യഫുക്കു, സൂറത്ത് ബലദിലില്ലേ? ഫക്കു റഖബ, അടിമയെ മോചിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ശബ്ദമായിട്ട് കിടക്കുന്നതിനെ മോചിപ്പിക്കുകയാണ്. ഈ 2 അക്ഷരങ്ങളെ ശരിക്കും മറ എന്ന് പറഞ്ഞാൽ എന്താണ്? റ എന്നല്ലേ ശരിക്ക് അല്ലേ? മറ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ശബ്ദം എങ്ങനെ വരുന്നത്? റ എന്നല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൂട്ടിക്കെട്ടി മറാക്കിയത്. അപ്പോൾ അതിനെ വീണ്ടും മോചിപ്പിച്ചു. അതാണ് ഫക്കുൽ ഇദ്ഗാം എന്ന് പറയുന്നത്. അതിൻ്റെ അവസ്ഥയ്ക്ക് തന്നെ മടങ്ങിയത് മറർന. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസ്. മുദഅഫായിട്ടുള്ള ഫേലിൻ്റെ കൂടെ ദമീറുർ റഫ്ഇൽ മുത്തഹരിക്ക് വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിൻ്റെ അതിനെ സ്പ്ലിറ്റ് ചെയ്യും. അതിനെ ഇദ്ഗാം മാറ്റി 2 അക്ഷരം വേറിട്ട് എഴുതും. അത് ഞാൻ മാത്രമല്ല, നമ്മൾ പറഞ്ഞ 3 പേരും. മറർത്ത, നീ ഒരു വ്യക്തി വെള്ളം കോരി ഒഴിച്ചെന്ന് എങ്ങനെ പറയാം? സ്വബബ്തൽ മാ. സ്വബബ്ത, സ്വബ്ബ എന്നുള്ളത് എന്തായി മാറിയില്ലേ? സ്വബബ്ത. അതുപോലെ അതെങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടിയിരുന്നത്? മറന. അങ്ങനെ പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മറന എന്ന് പറഞ്ഞാൽ ന എന്നുള്ളത് എന്താവും? മഫൂൽ ബിഹി ആവും, കൺഫ്യൂഷൻ ഉണ്ടാവും. സ്വബ്ബന എന്ന് പറഞ്ഞാൽ എന്താ? സ്വബ്ബൽ മാ എന്ന് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിച്ചു. സ്വബ്ബന എന്നായിരുന്നെങ്കിലോ ഞങ്ങളെ ഒഴിച്ചു എന്നായിരിക്കും അർത്ഥം വരിക. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അല്ലാതെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ മർറന എന്നായിരുന്നു, അങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നതെന്നല്ല നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളെ കൊണ്ടുപോയി എന്നാവും, മഫൂൽ ബിഹി ആവും. അത് മറ എന്നുള്ള ഫേലും നാ എന്നുള്ളത് മഫൂൽ ബിഹി ആവും. മറർന. സ്വബ്ബ എന്നുള്ളത് സ്വബബ്ന. അതുപോലെ ഞാൻ ഒരാളെ ഒഴിച്ചു എന്നെങ്ങനെ പറയാം? സ്വബബ്തു. അപ്പോൾ ഈ 3 പേരാണെങ്കിലും ഇതുപോലെ തന്നെ. ഇനി അടുത്ത മാറ്റം വരുന്നത് എന്താണ്? മുദഅഫ് അല്ലാതെ പിന്നെ മാറ്റം വരുന്നത് നാഖിസാണ്. നാഖിസായ ഫേല് നാഖിസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
അവസാനം ലാമുൽ ഫെയിൽ, ആ ഫെയിലിൻ്റെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായിരിക്കും. അലിഫോ വാവോ യാ ഒക്കെ ആയിരിക്കും. ഉദാഹരണത്തിന് ഗസ, അതുപോലെ റമ എന്നൊക്കെ പറഞ്ഞാൽ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. അതിൻ്റെ അവസ്ഥ എന്താണ്? അതിന് മാലിക്ക് വേറെ അവസ്ഥയും മുലാരിക്ക് വേറെയും അമ്രിന് വേറെയും, മൂന്നും വേറെ വേറെ ഉണ്ട്. മാലി ആണെങ്കിൽ ഉദാഹരണത്തിന് ഗസ റമ എന്നൊക്കെ പറഞ്ഞാൽ മാലിയാണല്ലോ. നമുക്ക് നാക്കിസ് ഇവിടെ നോക്കാം. നാക്കിസ്, ആ നാക്കിസ് തന്നെ മാലി വേറെ, മുലാരി വേറെ, അമ്ര വേറെ. മാലി ഗസ എന്നുള്ള മാലി എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഒരു ലമീർ റഫ് വന്നു കഴിഞ്ഞാൽ, ലമീർ റഫ് മുത്തഹരിക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കുക ഇത് സുലാസിയാണോ അല്ലേന്ന് നോക്കുക. ഈ ഫേല് സുലാസി എന്ന് പറഞ്ഞാൽ 3 അക്ഷരം ഉള്ളത് അല്ലേ? ഇപ്പോൾ ഗസ എന്നുള്ളത് സുലാസി അല്ലേ? സുലാസി ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗസ എന്നുള്ളത് എന്താവും? അതിൻ്റെ കൂടെ ലമീർ വരുമ്പോൾ ഞാൻ ഒരാൾ യുദ്ധം ചെയ്തു, ഗസ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു, ഞാൻ ഒരാൾ എന്നാകുമ്പോൾ ഗസൗത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ അലിഫ് എന്തായി? വാവായി മാറി അല്ലേ? അലിഫ് വാവായി മാറി. അതായത് നാക്കിസായ ഫേല് മാലിയാണ് സുലാസിയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ അലിഫ് വാവായി മാറും. അതുപോലെ ഈ ഗസ എന്നുള്ളതിന് പകരം റമ എന്നായിരുന്നെങ്കിലോ, ഞാൻ എറിഞ്ഞു എന്നുള്ളതിന് എന്താ പറയുക? റമയത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ അലിഫ് യാ ആയി മാറി. ഇത് അലിഫാണ് അല്ലേ? കിടക്കുന്നതാണെങ്കിലും അലിഫാണ്. അലിഫ് യാ ആയി. അപ്പോൾ സംഭവം ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അവസാനത്തെ അലിഫ് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങും. ഇത് അസ്ലിൽ എന്തായിരുന്നു? വാവും യാവും ഒക്കെ ആയിരുന്നു. ഈ ഗസ എന്നുള്ളതിൻ്റെ അലിഫ് ശരിക്കും വാവായിരുന്നു. അതെവിടുന്നാ മനസ്സിലാവുക? നമ്മൾ പറഞ്ഞു മുലാരി നോക്കിയാൽ മനസ്സിലാവും. ഗസ യഗ്സു ഗസ്വൻ ഗസ്വത്ത്, അപ്പോൾ വാവായിരുന്നു. അപ്പോൾ ആ വാവിലേക്ക് മടങ്ങും ഈ ദമീർ വന്നപ്പോൾ. അതുപോലെ തന്നെ റമ എന്നുള്ളതിൻ്റെ ഈ അലിഫ് യഥാർത്ഥത്തിൽ യാ ആയിരുന്നു. അതെവിടുന്ന മനസ്സിലാവുക? റമി, റമ്യു എന്നാ പറയുക. അമ്പയത്തിന് റമ്മി എന്നാ പറയുക. തഅല്ലമു റിമായ, റിമായത്ത് എന്നുള്ളത് യാ അല്ലേ ഉള്ളത്? അപ്പോൾ അതിൻ്റെ അസ്ലിലേക്ക് മടങ്ങി. അതാണ് സംഭവിച്ചത്. ഇനി സുലാസി അല്ലെങ്കിലോ, ഗൈറു സുലാസി ആണെങ്കിലോ, ഗൈറു സുലാസി ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഉദാഹരണത്തിന് ഗസ എന്നുള്ളതിനെ തന്നെ, അല്ലെങ്കിൽ റമ ഗസ എന്നുള്ളതിൽ നിന്നൊക്കെ ഉണ്ടായ ഗൈറു സുലാസിയായ വസനുകൾ നോക്കിയാൽ മതി. ഇസ്തഗ്സ എന്നുള്ളൊരു വാക്കുണ്ട്. എന്താ ഇസ്തഗ്സ എന്ന് പറഞ്ഞാൽ? യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു, മറ്റൊരാളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സുലാസിയാണോ? അല്ല, അതിൽ സിയാദത്തായിട്ട് അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇസ്തഗ്സ എന്നുള്ളതിനെ അതിൻ്റെ ലമീർ കൂടി വന്നാൽ എന്തായിരിക്കും? ഇസ്തഗ്സ. അവസാനത്തെ അക്ഷരം എന്താ അതിൽ? അലിഫാണ്. അപ്പോൾ നാക്കിസാണെന്ന് ഉറപ്പാണ്. നാക്കിസാണ്. അതുപോലെ മാദി തന്നെയാണ്. ഗൈറു സുലാസിയാണ്, സുലാസിയല്ല. അപ്പോൾ ഇസ്തഗ്സ, ഞാൻ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു, ഞാൻ രാജാവിനോട് പോയിട്ട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ രാജാവ് പറയണം ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നെങ്ങനെ പറയാം? ഇസ്തഗ്സൗത്തുന്ന ഇസ്തഗ്സൈത്തുന്ന. ഇസ്തഗ്സൈതു, ഇസ്തഗ്സൈതു. റമ എന്നുള്ളതാണെങ്കിലോ, റമൻ്റെ മറ്റൊരു രൂപമാണ് ഇസ്തർമ. എന്താ ഇസ്തർമ എന്ന് പറഞ്ഞാൽ? അമ്പയ്യാൻ ആവശ്യപ്പെട്ടു, അമ്പയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനാണ് ആവശ്യപ്പെട്ടെങ്കിൽ ഇസ്തർമൈതു. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? അലിഫ് യാ ആയി മാറി, ഇവിടുത്തെ അലിഫും യാ ആയി മാറി. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? അലിഫ് മൊത്തത്തിൽ യാ ആക്കി മാറ്റും. വാവിൻ്റെ ഓപ്ഷൻ ഇല്ല, അസിലൊന്നും നോക്കുന്നില്ല, അലിഫിനെ യാ ആക്കി മാറ്റുക. അതാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നാക്കിസായ ഫിഅല് മാദിയാവുമ്പോൾ സുലാസി ആണെങ്കിൽ ആ അലിഫ് അസിലിലേക്ക് മടങ്ങും, സുലാസി അല്ലെങ്കിൽ ആ അലിഫ് യായിലേക്ക് മടങ്ങും മുത്തലക്കൻ. മനസ്സിലായോ? ഇത് നിങ്ങളെന്ത് ചെയ്യരുത്, പിന്നെ ഇതൊക്കെ എങ്ങനെ ഓർത്ത് വെക്കും എന്നിപ്പോൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഇപ്പം പറയുന്ന കാര്യം അപ്പം മാത്രം മനസ്സിലാക്കുക, അത് മാത്രം മനസ്സിലാക്കുക, മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഓർത്ത് വെക്കാനുള്ള വഴി ഞാൻ അവസാനം പറയാം. ഇനി അടുത്തത് മുലാരിയാണ് അല്ലേ? മുലാരി നോക്കാം. മുലാരി നാക്കിസിൻ്റെ ഉദാഹരണം എന്താ? ഇതിൻ്റെയൊക്കെ മുലാരി റമാന്ദ്രൻ്റെ എർമി, അതുപോലെ
ഗസ എന്നുള്ളതുണ്ട്, യഗ്സു. മുളാരി ആദ്യം തന്നെ നോക്കേണ്ടത് അവസാനത്തെ അക്ഷരം ഏതാണെന്ന് നോക്കുക. അലിഫ് കൊണ്ട് അവസാനിക്കുന്നതും അതിന് വേറെ നിയമം, വാവ് കൊണ്ട് യാ കൊണ്ട് അവസാനിക്കുന്നതിന് വേറെ നിയമം. അതാണ് ഇവിടെ മാദി ആയിരുന്നപ്പോൾ നമ്മൾ സുലാസി ഗൈർ സുലാസി എന്നുള്ള പറഞ്ഞത്. പക്ഷെ മുളാരിൻ്റെ കേസിൽ അലിഫ് കൊണ്ട് അവസാനിക്കുന്നത് വേറെ, അതിന് വേറെ നിയമം. മുളാരിയിൽ മഖ്തൂമും ബിൽ അലിഫ്. എന്താ മഖ്തൂമും ബിൽ അലിഫ് എന്ന് പറഞ്ഞാൽ? അലിഫ് കൊണ്ട് അവസാനിക്കുന്നത്. മറ്റേത് മഖ്തൂമുൻ ബിൽ വാവി ഔ അലിയായി, യാ കൊണ്ടും വാവ് കൊണ്ട് അവസാനിക്കുന്നത്. അലിഫ് കൊണ്ട് അവസാനിക്കുന്നതാണെങ്കിൽ ആ അലിഫ് യാ ആയി മാറും. ഉദാഹരണത്തിന് യഹ്ഷ മുളാരി അല്ലേ? മുളാരിയാണ്, നാക്കിസാണ് അല്ലേ? യഹ്ഷ എന്നുള്ളത് അവസാനത്തെ അക്ഷരം അലിഫ് അല്ലേ? അതിൻ്റെ കൂടെ ലമീറു റഫ് അൽ മുത്തഹരിക്ക്. ലമീർ റഫ് മുത്തഹരിക്ക് പറഞ്ഞാൽ ഏതൊക്കെയാണ്? താ തീ തൂ എന്നുള്ളത്, അതുപോലെ നൂൻ നിസ്വ, അതുപോലെ ന. ഇതാണല്ലോ അല്ലേ? ഇതിലേതാണ് മുളാരിൻ്റെ കൂടെ വരിക? മുളാരിൻ്റെ കടയിൽ താ തീ തൂ എന്നുള്ളത് വരുമോ? വരൂല. അത് മാദിൻ്റെ കൂടെ വരുള്ളൂ. ന എന്നുള്ളത് വരും. ന എന്ന് വരുമോ? ന നീട്ടാനുള്ള അതും വരില്ല. ഇത് രണ്ടും മാദിൻ്റെ കൂടെ വരുള്ളൂ. ഇത് മാത്രമാണ് മുളാരിൻ്റെ കൂടെ വരാനുള്ളത്, എഫ് അൽന എന്നുള്ളത്. അത് വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ യഹ്ഷ എന്നുള്ളത് എന്താവും? ഒരു സംഘം സ്ത്രീകൾ അവർ പേടിക്കുന്നു എന്നെങ്ങനെ പറയാം? എഫ് അൽന എന്നുള്ള പോലെ. യഹ്ഷൈനാണോ യഹ്ഷൗനാണോ? യഹ്ഷൈന. യഹ്ഷൈന യഹ്ഷൈന. അപ്പം എന്താ സംഭവിച്ചത്? അലിഫ് യാ ആയി മാറി. ഇനി വാവ് കൊണ്ടോ യാവ് കൊണ്ടോ അവസാനിക്കുന്നതാണെങ്കിലോ? ഉദാഹരണത്തിന് വാവ് കൊണ്ട് അവസാനിക്കുന്ന ഒരു ഫിഅൽ മുളാരിൻ്റെ ഉദാഹരണം യദ്ഉ. അതുപോലെ യാ കൊണ്ട് അവസാനിക്കുന്നത് യർമി അല്ലേ? അല്ലേ? യദ്ഉ യർമി ഫിഅൽ മുളാരി. ഇത് മഖ്തൂമും ബിൽ അലിഫ് അല്ല, മഖ്തൂമും ബിൽ വാവ്, ഇത് മഖ്തൂമും ബിൽ യാ. ശരിയല്ലേ? ഇതിൻ്റെ കൂടെ നൂൻ നിസ്വ വരുമ്പോൾ എന്താ വരിക? ഒരു സംഘം സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു എന്ന് എങ്ങനെ പറയാം? അറിയും? യദ്ഊന. യദ്ഊന. ഒരു സംഘം സ്ത്രീകൾ അമ്പ ചെയ്യുന്നു എന്ന് എങ്ങനെ പറയാം? യർമീന. അപ്പം എന്താ സംഭവിച്ചത്? ഈ വാവ് വാവായിട്ട് തന്നെ നിൽക്കുന്നു, മാറ്റമൊന്നുമില്ലാതെ. അതുപോലെ ഈ യാ ആയിട്ട് തന്നെ നിൽക്കുന്നു, മാറ്റമൊന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ ഫിഅൽ മുളാരി മഖ്തൂം ബിൽ വാവോ യാ ആയിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു സംഘം പുരുഷന്മാർ അമ്പ ചെയ്യുന്നു എന്നുള്ള പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനും യദ്ഉന തന്നെയല്ലേ പറയാം? അല്ലേ? അല്ലേ? പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ വാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വാവ് എന്താണ്? അസ്ലിയായ വാവാണ്. ഈ വാവോ വാവുൽ ജമാഅയാണ്, ഒരു സംഘം എന്ന് പറയാനുള്ള വാവാണിത്. ഇത് കണ്ടോ? ഇത് ഏതാ വസ്ന്? ഇതേതാ വസ്ന്? യഫ് അൽന. യഫ് അൽന. അപ്പോൾ ഈ വാവ് എന്താണ്? ലാമാണ്, അസ്ലിയാണ്. ഇതേതാ വസ്ന്? യഫ് അലൂന. യഫ് അലൂന. അപ്പോൾ ഈ വാവ് ഏതാണ്? യഫ് അലൂനയാണോ? വാവ് പോയി അല്ല, ലാമ് ഹദ്ഫ് ചെയ്തിട്ടുണ്ട്. യഫ് ഊനാണ് അല്ലേ? അവിടെ ഹദ്ഫ് നടന്നിട്ടില്ലേ? യഫ് യദ്ഊനൻ്റെ വസ്ന ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഹദ്ഫുണ്ട്. ദഅൻ്റെ മുളാരി യദ്ഉ അല്ലേ? അല്ലേ? അതിന് ശേഷം എന്ത് ചെയ്യണം? വാവ് വരണം, ജമാഅത്തിനുള്ള വാവ്. ഒരു വാവ് വന്നു. അപ്പോൾ യദ്ഉ ഉ ന. അപ്പോൾ ഇതിനെ കളഞ്ഞു. അപ്പോൾ യഫ്ഊനാണിത്. യദ്ഉന എന്നുള്ളത് യഫ്ഊനാണ്. പക്ഷേ അത് മനസ്സിലായില്ലെങ്കിൽ മറന്നേക്കും, പിന്നെ പഠിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുളാരി നമ്മൾ എന്താ നോക്കുക? അവസാനത്തെ അക്ഷരം എന്താണ്? അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിൽ ആ അലിഫ് എന്ത് ചെയ്യും? യാ ആയി മാറും. അവസാനത്തെ അക്ഷരം വാവോ യാ ആണെങ്കിൽ അത് അതുപോലെ തന്നെ നിൽക്കും. ക്ലിയർ അല്ലേ ഇത്?
സാഹചര്യം, വേറെ മാർഗ്ഗമൊന്നുമില്ല. നിയ്യത്താണ്. നിയ്യത്ത് മുമ്പിലിരിക്കുന്ന അധിക കേസിലും അല്ലാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഫാൽത്തി എന്ന് പറയുമ്പോൾ പെണ്ണാണ് എന്നറിയാൻ പറ്റും. അപൂർവ ചില കേസുകളിൽ രക്ഷല്ല. ഇപ്പോൾ യദ്ഊന എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ ഉദ്ദേശം എന്നുള്ളത് അറിയാനൊരു മാർഗ്ഗമല്ലേ. അതുവരെയുള്ള സംസാരം നോക്കുക, അല്ലെങ്കിൽ മുമ്പിലിരിക്കുന്ന ആരാ നോക്കുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമല്ലേ. ഇനി അമ്ര നോക്കാം. അമ്ര അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം. ഏത് ഗൈർ സുലാസി പ്രശ്നമല്ല. സുലാസി ഗൈർ സുലാസി ഒക്കെ ഒന്ന് തന്നെ. അവസാനത്തെ അക്ഷരം അലിഫാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഗൈർ സുലാസിയിൽ പറഞ്ഞ ഉദാഹരണം ഇസ്തഗ്സ, അത് അതിൻ്റെ മുതാരി എന്താ? യസ്തഗ്സി അല്ലേ? യസ്തഗ്സി. യസ്തഗ്സീൻ്റെ നൂനിസ് വരുമ്പോൾ ഇതിൽ ഏതാ വിടുക? അപ്പോൾ നോക്കേണ്ടത് അവസാനം അലിഫാണോ യാ ആണോ എന്ന് മാത്രമാണ്. യസ്തഗ്സീൻ്റെ അവസാനം എന്താ? യാ ആണ്. അപ്പോൾ അതിവിടെ യസ്തഗ്സീന. അതുപോലെ ഇസ്തർമ. ഇസ്തർമ എന്നുള്ളത് എവിടെ വരിക? അവസാനം അലിഫല്ലേ. അപ്പോൾ ഇവിടെ യസ്തർമീന. മുതാരിയിൽ നോക്കുന്നത് അവസാനത്തെ അക്ഷരം എന്താന്നുള്ളത് മാത്രമാണ്. ഇനി അമ്ര. അമ്ര മുതാരിൻ്റെ അതുപോലെ തന്നെ, അതായത് അവസാനത്തെ അക്ഷരമാണ് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അവസാനം അലിഫുള്ളതാണെങ്കിൽ യഹ്ഷ എന്നുള്ളതിൻ്റെ ഫെയിൽ അമ്ര എങ്ങനെയായിരിക്കും? ഒരു സംഘ സ്ത്രീകളാണെങ്കിൽ ഇഹ്ഷൈന, നിങ്ങളൊരു സംഘ സ്ത്രീകൾ പേടിക്കാന്നുള്ളതിന് ഇഹ്ഷൈന. അതുപോലെ യദ്ഉ, പ്രാർത്ഥിക്കുന്നു, അതൊരു സംഘം സ്ത്രീകളോടാണെങ്കിൽ എങ്ങനെ പറയാം? ഉദ്ഊന. ഉദ്ഊന അവസാനത്തെ അക്ഷരം വാവല്ലേ, അതുപോലെ തന്നെ. ഒരു സംഘം സ്ത്രീകളോട് അമ്പ ചെയ്യുക എന്നെങ്ങനെ പറയാം? ഇർമീന. അപ്പോൾ അമ്ര മിസ്ലൽ മുദാരി. എന്താണ് മിസ്ലൽ മുദാരി എന്ന് പറഞ്ഞാൽ? അലിഫാണെങ്കിൽ മഖ്തൂം ബിൽ അലിഫ്, അതിൻ്റെ തിയറി എന്താണ്? അൽ അലിഫു, ആ അലിഫ് എന്താവും? തുഖ്ലബു, അതിനെ മാറ്റും. എന്തായിട്ടാണ് മാറ്റുക? യാ എൻ, യാ ആയിട്ട് മാറ്റും. ഇത് രണ്ടും എന്താണ് നിയമം? അൽ വാവു വൽ യാഉ, വാവും യാവും എന്താവും? തബ്ഖ, അത് അവിടെ തന്നെ നിൽക്കും. കമാഹിയ, അതെങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ നിൽക്കും. ഇതൊന്ന് ഫോട്ടോ എടുത്തോ. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇതൊരു ഫ്ലോ ചാർട്ടായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പറഞ്ഞ സംഭവം. ഇനി ഇതെങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ഇനി അടുത്തതിൽ കുറച്ച് കൂടുതലുണ്ട്. ലമീർ സാക്കിനായിട്ടുള്ളത് കുറച്ചും കൂടുതലാണ് അതിൻ്റെ കേസുകൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഓർത്ത് വെക്കാനുള്ള മാർഗ്ഗം ഇതാണ്. ഈ പറഞ്ഞ തിയറികളൊന്നും ഓർത്ത് വെക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കലല്ല. ഇപ്പോൾ നമ്മളൊരു സംഘം സ്ത്രീകളോട് നിങ്ങൾ പേടിക്കണം, അള്ളാനെ പേടിക്കണം എന്ന് പറയാണ്. അപ്പോൾ അള്ളാനെ പേടി എന്നുള്ളതിന് ഹഷ്യത്ത് എന്നാണ്, ഹഷിയ യഹ്ഷ എന്നൊക്കെയാണ് മാതി മുതാരി, അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു സംഘം സ്ത്രീകളോട് കൽപ്പിക്കുമ്പോൾ ലമീറൊക്കെ വേണമല്ലോ. ലമീർ എന്താണ്? നൂന നിസ്ബ ആണല്ലോ ലമീർ. അത് വരുമ്പോൾ എന്താ നിയമം? അപ്പോൾ നമ്മൾ ആലോചിച്ച് ഹഷിയ എന്നുള്ളത് നാക്കിസാണ്. നാക്കിസാകുമ്പോൾ മുതാരി ആണോ അമ്രാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അമ്രിൽ നമ്മൾ നോക്കുക സുലാസിയാണോ ഗൈർ സുലാസിയാണോ എന്നല്ല, മാദിയിലായിരുന്നു അത് നോക്കുന്നത്. മുതാരിയിലും അമ്രിലും നമ്മൾ നോക്കുന്ന അവസാനത്തെ അക്ഷരമാണ്. അപ്പോൾ അവസാനത്തെ അക്ഷരം എന്താണ്? ഇഹ്ഷ എന്നുള്ള അമ്രിൻ്റെ അവസാനത്തെ അക്ഷരം എന്താണ്? മുതാരിയിൽ നോക്കാം. മുതാരി എന്നുള്ള അമ്ര ഉണ്ടാവുന്നത് അവസാനത്തെ അക്ഷരം അലിഫാണ്. അപ്പോൾ അലിഫാകുമ്പോൾ എന്താണ്? അത് യാ ആക്കി മാറ്റലാണ് നിയമം അല്ലേ? അലിഫാകുമ്പോൾ യാ ആക്കി മാറ്റലാണ്. അതുകൊണ്ട് ഇഹ്ഷൈന എന്നായിരിക്കും. ഇത്രയൊക്കെ ഓർത്തിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് പെണ്ണുങ്ങളാണെന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയല്ല ലോകത്ത് ഒരാൾ സംസാരിക്കുക, ഒരു അറബിയും ഇങ്ങനെ സംസാരിക്കില്ല. അതിനുള്ള മാർഗ്ഗം എന്താണ്? ഇത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഗസൗത്തു, റമ റമയത്തു, ഇസ്തഗ്സ ഇസ്തഗ്സയത്തു, ഇസ്തർമ ഇസ്തർമയത്തു, യഹ്ഷ യഹ്ഷൈന, യദ്ഉ യദ്ഉന, ഇർമി ഇർമീന. അമ്ര അതുപോലെ തന്നെ യഹ്ഷ യഹ്ഷൈന, യദ്ഉ ഉദ്ഊന, ഇർമി ഇർമീന. ഇങ്ങനെയാണ് സംഭവം. ഈ വട്ടമിട്ട് വെച്ച സംഗതികൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അത് 2-3 പ്രാവശ്യം വായിക്കുക. പിന്നെ വേറെ ഏതെങ്കിലും കിതാബുകളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ഫെയിലുകളൊക്കെ കാണുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് മാർഗ്ഗം. അങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. അതല്ലാതെ ഈ തിയറികൾ ഓർത്ത് വെച്ചിട്ട് സംസാരിക്കുക എന്ന് പറയുന്നതും എഴുതുക എന്ന് പറയുന്നതും നടക്കുന്നതല്ല. അപ്പോൾ ഇതാണ്
ഇവിടെ ഈ കാണുന്നത് എന്താണ് വിഷയം? ഇത്തിസാലു ളമാഇരി റഫ്ഇ അൽ മുതഹരിക ബിൽ ഫിഅലിൽ മുഅത്തൽ. മുഅത്തലായ ഫിഅലിൻ്റെ കൂടെ ളമീറു റഫ്ഇ അൽ മുതഹരിക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ഇനി സാക്കിനായിട്ടുള്ളത് നോക്കാം. ഇതൊന്ന് വായിക്കാരെങ്കിലും. ഇനി പറയാൻ പോകുന്നത് ഫിഅല് മുഅത്തല്, അതിൻ്റെ കൂടെ ളമീറു റഫ്ഇ അസ്സാക്കിൻ. എന്താണ് ളമീറു റഫ്ഇ സാക്കിൻ എന്ന് പറഞ്ഞാൽ? അലിഫ്, പിന്നെ വാവ്, യാ ഉൽ മുഖാത്തബ അല്ലേ? ഈ സംഗതികൾ മാൽ ഫിഅലിൽ മുഅത്തലായ ഫിഅലിൻ്റെ കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഇനി നമുക്കറിയേണ്ടത്. അപ്പോൾ ഇതിൽ വേർതിരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിൽ മാറ്റം വരുന്നത് നാക്കസിൽ മാത്രമാണ്. നേരത്തെ മുദഅഫിനും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, നാക്കസിനും പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിൽ നാക്കസിന് മാത്രമേ പ്രശ്നമുള്ളൂ, മുദഅഫിനൊന്നും പ്രശ്നമല്ല. ആ നാക്കസ് തന്നെ മാലി, മുലാരി, അമ്ര മൂന്നിൻ്റെ അവസ്ഥ നോക്കണം. അതിൽ മാലിയിൽ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മാലി ഫഅല എന്നുള്ള മാലിയും അതിനൊരു നിയമവും ഫഇലക്കും ഫഅലക്കും കൂടി വേറൊരു നിയമമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫഅല നോക്കാം. ആദ്യം നാക്കസ്, ആ നാക്കസിൽ മാലി, മുലാരി, അമ്ര. അതിൽ മാലി തന്നെ ഫഅലുണ്ട്, അതുപോലെ ഫഇലയും ഫഉലയുണ്ട്. ഫഅല എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്: റമ, ഗസ. റമ എന്നൊക്കെ പറഞ്ഞാൽ അസല് റമയ, ഗസ എന്ന് പറഞ്ഞാൽ ഗസവ എന്നൊക്കെയാണ്. എന്നാലും ഫഇലയും ഫൗലും ഏതാണ് ഉദാഹരണം? ഫഇലയും ഫൗലക്ക് ഉദാഹരണം റദിയ, ഫഇല അല്ലേ? നസിയ ഒക്കെ ഫഇലാണ്. ഫൗലക്ക് ഉദാഹരണം കുറവാണ്. ഫഇല അല്ല, ഫഉല എന്നുള്ള വസ്നിലുള്ള നാക്കിസായ ഫെയിലുകൾ വളരെ കുറവാണ്. ഒരു ഉദാഹരണം സറുവ എന്നൊരു ഫെയിലുണ്ട്. സറുവ എന്നുള്ള ഫെയിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക വേറെ ഒന്നും ഇല്ല എന്ന്. കാരണം അല്ലെങ്കിൽ വേറെ ഉള്ളത് പരിചയമുള്ളത് പറയല്ലോ. അപ്പോൾ ഫഅല വളരെ കുറവാണ്, ഫഅല ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും രണ്ട് നിയമമാണ്. എന്താണ് ഫഅലൻ്റെ നിയമം നോക്കാം ആദ്യം. ഫഅലിൻ്റെ നിയമം ഇവിടെ വരുന്ന ലമീറിനനുസരിച്ചാണ്. ഈ ലമീറുകളിൽ ഏതാണ് വരുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ലമീർ വാവുൽ ജമാ ആണെങ്കിൽ, വാവുൽ ജമാ ആണ് വരുന്നതെങ്കിൽ, ഉദാഹരണങ്ങൾ ഗസ, റമയ്ക്കല്ലേ, ഇതിൻ്റെ കൂടെ വാവുൽ ജമാ വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ ആ അവസാനത്തെ അക്ഷരം, ആ ഇല്ലത്തിൻ്റെ അക്ഷരം ആണെന്ന് കളയും. ഇപ്പോൾ ഗസ, ഞാൻ യുദ്ധം ചെയ്തത് എങ്ങനെ പറയാം? ഗസൗതു അല്ല, അഫ്വാൻ, നമ്മളെ അതിനെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. അത് ലമീർ റഫ് മുതഹരിക്കല്ലേ. ഈ വാവ് ഏതാണ്? ഗസൗ. അവരൊരു സംഘം ആളുകൾ യുദ്ധം ചെയ്തു. അവരൊരു സംഘം ആളുകൾ യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗസ. അതിൻ്റെ മുമ്പ് ഇത് പറയണം, വാവുൽ ജമാ വരുമ്പോൾ നിയമം വേറെ, അതുപോലെ അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ വേറെ നിയമമുണ്ട്. ഇത് രണ്ടിനും രണ്ട് നിയമമുണ്ട്. പിന്നെ ഏതാ ബാക്കിയുള്ളത്? യാഉൽ മുഖാത്തബ. അത് മാദിൽ വരുമോ? അത് മുദാരിലല്ലേ വരുള്ളൂ, അപ്പോൾ അതില്ല. അപ്പോൾ വാവ് വരുമ്പോൾ വേറെ നിയമം, അലിഫ് വരുമ്പോൾ വേറെ നിയമം. വാവുൽ ജമാ ആണെങ്കിൽ ഗസൗത്തു അല്ല, ഗസൗ എന്നല്ലേ പറയാം. ഒരു സംഘം ആളുകൾ യുദ്ധം ചെയ്തു, ഗസൗ. അപ്പോൾ ഈ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഈ വാവ് എന്താണ്? വാവുൽ ജമാഅയാണ്. ഗസ എന്നുണ്ട്. അപ്പോൾ ഈ ഗസയിൽ അലിഫ് എവിടെ പോയി? ഹദ്ഫ് ചെയ്തു. അപ്പോൾ അതാണ് ഇവിടുത്തെ നിയമം. എന്താണ് നിയമം? തുഹ്ദഫു ലാമുൽ ഫിഅൽ. ലാമുൽ ഫിഅൽ ഹദ്ഫ് ചെയ്യും. അതുപോലെ വതബ്ഖ ഫത്ഹു അൽ ഐൻ. ഐനുൽ ഫിഅൽ അതിൻ്റെ ഫത്ഹ അവിടെ തന്നെ നിൽക്കും. അത് പറയാൻ കാരണം അടുത്ത കേസുകളിലൊക്കെ അത് മാറുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗസ എന്നുള്ളതിൽ സാൻ്റെ ഫത്ഹ അവിടെ തന്നെ ഉണ്ട്, പിന്നെ ഈ വാവ് പോവുകയും ചെയ്തു. എന്നിട്ട് വാവുൽ ജമാ അവിടെ വന്നു. ഇനി അലിഫുൽ ഇസ്നൈൻ ആണെങ്കിലോ എന്തുണ്ടാവുക? ഗസ എന്നുള്ളത് എന്താവും? അവിടെ നമ്മൾ എഴുതിയില്ല. ഗസ എന്നുള്ളത് ഗസോ എന്നായി. ഇവിടെ ഗസ എന്നുള്ളത് എന്താവും? അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ ഗസ. രണ്ടുപേരും യുദ്ധം ചെയ്തു എന്താ പറയാ? ഗസവ. രണ്ടുപേരും അമ്പെയ്തു എന്നുള്ള എന്താ പറയാ?
റമ റമയ. അപ്പോൾ എന്താ സംഭവിച്ചത്? അസലിലേക്ക് മടങ്ങി. അസലിലേക്ക് മടങ്ങി, അതാണ് സംഭവിച്ചത്. ഇനി ഫൈലിയും ഫൗലി ആണെങ്കിലോ? ഫൈലിയും ഫൗലി ആണെങ്കിൽ ലമീർ അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ, ഒരു ഉദാഹരണം ആദ്യം റദിയ, പിന്നെ ഏതാ പറഞ്ഞത്? നസിയ. പിന്നെ ഫൗലിൻ്റെ ഉദാഹരണം സെറുവ. അതിൽ ഇതേപോലെ തന്നെ അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ വേറെ നിയമം, വാവുൽ ജമാ ആണെങ്കിൽ വേറെ നിയമം. അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ യബ്ഖ ലാമുൽ ഫിഅൽ, തബ്ഖ ലാമുൽ ഫിഅൽ. ലാമുൽ ഫിഅൽ അതുപോലെ തന്നെ ഉണ്ടാവും. റളിയ എന്നുള്ളതിൻ്റെ യാ ഒന്നും പോവില്ല. പിന്നെ എന്താണ് സംഭവിക്കുക? ഹർക്കത്തും മാറ്റൊന്നും വരില്ല. ഉദാഹരണം റളിയ റളിയ, നസിയ എന്താണ്? നസിയ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ലാമുൽ ഫീൽ അവിടെ തന്നെ ഉണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഇനി വാവുൽ ജമാ ആണെങ്കിലോ? ഒരു മിനിറ്റ്. അലിഫുൽ ഇസ്നൈൻ ആണെങ്കിൽ ഒരു കാര്യം നോക്കാണ്ട്, ഈ അവസാനത്തെ അക്ഷരം യാ ആണെങ്കിൽ അതിന് മാറ്റമൊന്നുമില്ല. ഇനി അലിഫാണെങ്കിലോ? ഇതിന് പകരം അലിഫാണെങ്കിൽ, ഉദാഹരണത്തിന് സഅ എന്നുള്ളതാണെങ്കിലോ? അതായത് ഇവിടെ ഒരു ക്ലാസിഫിക്കേഷനും കൂടി, ഈ അലിഫുൽ ഇസ്നൈന് അതിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാനുണ്ട്. അത് ലമീർ അലിഫുൽ ഇസ്നൈനാണ്, ഫെയിലിൻ്റെ അവസാനത്തെ അക്ഷരം യാ ആണ്. ഇതിൽ രണ്ടിലും അവസാനത്തെ അക്ഷരം യാ ആണ്. ഇനി യാഇന് പകരം അലിഫ് കൊണ്ട് അവസാനിക്കുന്ന സഅ എന്നുള്ള ഫെയിലാണെങ്കിലോ? അതിൻ്റെ രണ്ട് അലിഫുൽ ഇസ്നൈൻ ലമീറായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവുക? സഅയ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ അലിഫ് യാ ആയി മാറിയില്ലേ? അപ്പോൾ അലിഫുൽ ഇസ്നൈൻ ആണ് ലമീർ എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, ഈ ഫൗലൻ്റെ ഉള്ളിൽ തന്നെ അവിടെ അവസാനത്തെ അക്ഷരം യാ ആണെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കും. അലിഫാണെങ്കിൽ സഅ എന്നുള്ളത് എന്തായി? സഅയ എന്നായി മാറി. അതും ഈ പറഞ്ഞ പോലെ ഈ തിയറികൾ മുഴുവൻ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? റളിയ റളിയ, നസിയ നസിയ, സഅ എന്നുള്ളത് സഅയ, ഇങ്ങനെ ആവുന്നു എന്നത് മാത്രം ഓർത്ത് വെക്കാം. ഇനി വാവ് വരുമ്പോഴോ? നമ്മൾ പറഞ്ഞത് അലിഫുൽ ഇസ്നൈൻ വരുന്ന കേസ് പറഞ്ഞു. ഇനി വാവുൽ ജമാ വരുമ്പോൾ, വാവുൽ ജമാ ആണെങ്കിൽ ലാമുൽ ഫിഅൽ ഹദ്ഫ് ചെയ്യും. ഉദാഹരണം റളിയ എന്നുള്ളതിൻ്റെ വാവുൽ ജമാ വന്ന എന്തായിരിക്കും? റളു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ലാമ് പോയി. അതുപോലെ നസിയ എന്തായിരിക്കും? നസു. വാവുൽ ജമാ വരുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇനി മുളാരിൻ്റെ നോക്കാം. മുളാരിയിൽ അലിഫുൽ ഇസ്നൈൻ വരുമ്പോൾ വേറെ നിയമം, വാവുൽ ജമാ വരുമ്പോൾ വേറെ നിയമം, യാ ഉൽ മുഖാത്തബയും കൂടി ഉണ്ടല്ലോ മുളാരിയിൽ. ഇപ്പോൾ മൂന്നിനും മൂന്ന് നിയമങ്ങളാണ്. അപ്പോൾ ആദ്യം അലിഫിൻ്റെ നിയമം എന്താ നോക്കണം, പിന്നെ വാവിൻ്റെ നിയമം എന്താ നോക്കണം, പിന്നെ യാ ഉൽ മുഖാത്തബിൻ്റെ നിയമം എന്താ നോക്കണം. അലിഫ് വരുമ്പോൾ ലാമുൽ ഫിഅലി യാ ഓ വാവോ ആണെങ്കിൽ, അതായത് എന്തൊക്കെയാണ്? യർല അല്ല, മുളാരി അല്ലേ നമ്മൾ നോക്കുന്നത്. യർമി, അവസാനത്തെ അക്ഷരം ഏതാ? യാ അല്ലേ? അതുപോലെ തന്നെ യദ്ഉ, ഇതിന് രണ്ടിനും ഒരു നിയമമാണ്. എന്നാൽ അവസാനത്തെ അക്ഷരം അലിഫായിട്ടുള്ള യസ് ആ, ഇതിൻ്റെ അവസാനത്തെ അക്ഷരം യാ അലിഫല്ലേ? യഖ്ഷ, അവസാനത്തെ അക്ഷരം അലിഫാണ്. അപ്പോൾ അവസാനത്തെ അക്ഷരം
അവസാനത്തെ അക്ഷരം വാവുള്ളതിന് നിയമം, അവസാനത്തെ അക്ഷരം അലിഫുള്ളതിന് വ്യത്യാസമുണ്ട്. അവസാനത്തെ അക്ഷരം യാ ഉള്ളത് എന്താ സംഭവിക്കുക? മുല്ലാരിയാക്കുമ്പോൾ ലമീറു റഫ് സാക്കിന് വരുമ്പോൾ രണ്ടാൾ അമ്പ് ചെയ്യുന്നു എങ്ങനെ പറയാം? എർമി എന്നുള്ളത് എന്താവും? എർമിയാനി അല്ലേ? അയാ അവിടെ തന്നെ ഉണ്ട്. രണ്ടാൾ പ്രാർത്ഥിക്കുന്നു എന്നെങ്ങനെ പറയാം? യദുവാനി. ആ വാവ് അതുപോലെ തന്നെ ഉണ്ട്. ഇനി അവസാനത്തിൽ അലിഫ് വരികയാണെങ്കിലോ എന്ത് സംഭവിക്കും? യസ് ആ എന്നുള്ളത് യസ് അയാനി അല്ലേ? ഈ അലിഫ് യാ ആയി മാറിയില്ലേ? യക്ഷ എന്നുള്ളത് യക്ഷയാനി. അപ്പോൾ ലാമുൽ ഫിഅൽ യാ ആയി മാറുന്നു. ലാമുൽ ഫിഅൽ യാ ആയി മാറും. അതാണ് അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിൽ. ഇനി വാവുൽ ജമാ വരുമ്പോഴോ? വാവുൽ ജമാ വരുമ്പോൾ ഇതേപോലെ തന്നെ വാവും യാവും അവസാനത്തിൽ വരുന്നതാണെങ്കിൽ, അതായത് ഈ രണ്ടെണ്ണം യർമി യദ്ഉ, അതിനുശേഷം വാവുൽ ജമാ വന്നാൽ എന്താ സംഭവിക്കുക? ഒരു സംഘം ആളുകൾ അമ്പ് ചെയ്യുന്നത് എങ്ങനെ പറയാം? യർമൂന അല്ലേ? യർമൂന. അതുപോലെ ദുആ ചെയ്യുന്നു എന്നുള്ളതിന് യദ്ഊന. ഇവിടെ സംഭവിച്ചത് എന്താണ്? യർമൂനയിലും യദ്ഊനയിലും സംഭവിച്ചത് ലാമുൽ ഫിഅൽ ഹദ്ഫ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വാവും എന്താണ്? വാവുൽ ജമാഅയാണ്. വാവുൽ ജമാഅയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് തുഹ്ദഫു ലാമുൽ ഫിഅൽ. തുഹ്ദഫു ലാമുൽ ഫിഅൽ, അത് ഹദ്ഫ് ചെയ്തിട്ടുണ്ട്. അലിഫാണെങ്കിലോ? അലിഫാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഉദാഹരണം യസ് ആ. യസ് ആ എന്താവും? യസ് ഔന. യസ് ഔന. യക്ഷ എന്നുള്ളത് യക്ഷൗന. അപ്പോൾ ഇതിൽ രണ്ടിലും സംഭവിച്ചത് എന്താണ്? അലിഫ് എന്തായി മാറി? വാവായി മാറി. അല്ല, ഇത് വാവ് ജമാഅയാണ്. അപ്പോൾ തുഹ്ദഫുൽ അലിഫ് അല്ലേ? തുഹ്ദഫു അൽ അലിഫ്. അപ്പോൾ ഇവിടെ വാവായിരുന്നപ്പോൾ വാവ് ഹദ്ഫ് ചെയ്തു, അലിഫായപ്പോൾ അലിഫിനെ ഹദ്ഫ് ചെയ്തു. യാവും വാവും ആയപ്പോൾ യാവും വാവും ഹദ്ഫ് ചെയ്തു. അതുപോലെ തന്നെ അലിഫ് വന്നപ്പോൾ അലിഫിനെ ഹദ്ഫ് ചെയ്തു. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ ആ ഹദ്ഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടുമ്പത്തെ അക്ഷരം യർമി എന്നായിരുന്നല്ലോ. യർമി എന്നുള്ള ആ യാ പോയിട്ട് അതിൻ്റെ തൊട്ടുമ്പത്തെ അക്ഷരം എന്തായി? അതിൻ്റെ കസ്ർ ഉണ്ടായിരുന്നത് വമ്മും കൂടിയായി. ഇവിടെയാണെങ്കിൽ യസ് ഔന എന്നുള്ളത് അവസാനത്തിൽ യസ് ആ എന്ന അലിഫ് പോവുകയും ചെയ്തു. അതിൻ്റെ മുമ്പത്തെ അക്ഷരം ഫത്ഹൻ അവിടെ നിൽക്കുന്നുണ്ട്, ഫത്ഹ്. അപ്പോൾ എന്താ വ്യത്യാസം? മാദിലുണ്ടായിട്ടുണ്ട്. റദു എന്നുള്ളത് ലമ്മായി, നസു എന്നുള്ളത് ലമ്മായി. അതിൻ്റെ കാരണം എന്താണ്? വാവ് വന്നതുകൊണ്ട് വാവിന് യോജിച്ച ഹർക്കത്ത്, മുനാസിബായിട്ടുള്ള ഹർക്കത്ത് വന്നു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ പറയാം, തുഹ്ദഫു ലാമുൽ ഫിഅലി വയുളമ്മു മാ ഖബ്ലഹ. അതിൻ്റെ മുമ്പുള്ള അക്ഷരം ലമ്മാവും. ഇതാണെങ്കിൽ തുഹ്ദഫു അൽ അലിഫു അല്ലെങ്കിൽ തുഹ്ദഫു ലാമുൽ ഫിഅലി വ യുഫ്തഹു മാ ഖബ്ലഹു അല്ലെങ്കിൽ മാ ഖബ്ലഹ. ഇതാണ് വ്യത്യാസം. ചുരുക്കി പറഞ്ഞാൽ യർമി എന്നുള്ളത് വാവുൽ ജമാ വരുമ്പോൾ യർമൂന എന്നാവും. അതുപോലെ യദ്ഉ എന്നുള്ളത് വാവുൽ ജമാ വരുമ്പോൾ യദ്ഊന എന്നാവും. യസ് ആ എന്നുള്ളത് യസ് ഔന എന്നാണ്, യസ്ഊന എന്നല്ല. അതുപോലെ യഹ്ഷ എന്നുള്ളത് യഹ്ഷൗന എന്നാവും. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി യാ ഉൽ മുഖാത്തബ് വരുമ്പോഴോ? യാ ഉൽ മുഖാത്തബ് വരുമ്പോൾ ഇതേപോലെ രണ്ടായിട്ട് വാവും യാവും ആണെങ്കിൽ ഒരു നിയമവും, അത് അവസാനത്തെ അക്ഷരം വാവോ യാ ആണെങ്കിൽ ഒരു നിയമവും, അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിൽ വേറെ നിയമമാണ്. വാവും യാ ആണെങ്കിൽ എന്തായാലും സംഭവിക്കാം, അത് ഹദ്ഫ് ചെയ്യും. ഇതേപോലെ തന്നെ. പക്ഷേ ഇവിടെ ലൊമ്മും ഇവിടെ ഫത്തും ഉള്ളതിന് പകരം കസ്റായിരിക്കും. കാരണം യാ ഉൽ മുഖാത്തബല്ലേ. യർമീന എന്നല്ലേ. ഈ മീമിന് കസ്റ വരാൻ കാരണം എന്താ? മീമ് കഴിഞ്ഞിട്ട് പിന്നെ യാ അല്ലേ വരുന്നത്. യർമീന. അതുപോലെ തഗ്സീന. ഇവിടെ അവസാനത്തെ അക്ഷരം യാ, ഇനി അവസാനത്തെ അക്ഷരം വാവുള്ള ഒരു ഫെയിലാണ് യഗ്സീന. ഒരു സംഘം സ്ത്രീകൾ യുദ്ധം ചെയ്യുന്നു. യഗ്സീന. അപ്പോൾ എന്തായി? അവസാനത്തെ അക്ഷരം യാ ഉൽ മുഖാത്തബായിരിക്കും. യാ ഉൽ മുഖാത്തബിൻ്റെ തൊട്ടുമുമ്പുള്ളത് ഹദ്ഫ് ചെയ്തു, അതിൻ്റെ മുമ്പത്തെ അക്ഷരം കസ്ർ. ഇനി അലിഫാണെങ്കിലോ? അലിഫാണെങ്കിൽ അലിഫുൽ ഇസ്നൈനാണ് വരുന്നതെങ്കിൽ
അല്ല അഫ്വൻ, യാവുൽ മുഖാത്തബിൻ്റെ മുമ്പ് അലിഫാണെങ്കിൽ യഖ്ഷൈന, അതുപോലെ തസ്ഐന, 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 യഖ്ഷൈന. ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, അപ്പോൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. നാഖിസിനെ മാദി, മുദാരി, അമ്ര മൂന്നായിട്ട് വേർതിരിച്ചു. മാദി നോക്കുക, മാദിയിൽ ഫഅലക്ക് ഒരു നിയമവും ഫഅല ഫഉല എന്നുള്ളതിന് വേറെ നിയമമുണ്ട്. ഫഅലയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫഅല എന്നുള്ള ഫെയിലിൻ്റെ ഉദാഹരണം ആദ്യം നോക്കാം. ഗസ, റമ എന്നൊക്കെ പറയുന്നത് ഫഅലല്ലേ? ഗസയ, റമയ എന്നൊക്കെയാണ്. ഫഅലിൻ്റെ ഉദാഹരണം റളിയ, നസിയ. ഫഉലൻ്റെ ഉദാഹരണം സർവ. ഇനി നോക്കാം, ഈ ഗസ, റമ എന്നുള്ളത് അതിനുശേഷം ലമീറു റഫി അസാക്കിനാണ് വരുന്നത്. ഈ ലമീറു റഫി സാക്കിൻ എന്തുണ്ട്? വാവുണ്ട്, അലിഫുണ്ട് അല്ലേ? വാവുണ്ട്, അലിഫുണ്ട്. യാൽ മുഖാത്തബ് വരില്ല, കാരണം മാദിൻ്റെ ശേഷം യാൽ മുഖാത്തബ് വരില്ല. ഇപ്പോൾ വാവ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അലിഫ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? വാവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലാമുൽ ഫിഅലിനെ ഹദ്ഫ് ചെയ്തു. ഗസ എന്നുണ്ടായിരുന്നത് ഗസൗ എന്നായി മാറി അല്ലേ? ഈ ഗസൗ എന്നുള്ളതിൽ വാവ് എന്തല്ല? അസ്ലിയല്ല, അത് വാവുൽ ജമാഅയാണ്. ഈ വന്ന വാവാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വന്ന വാവ് എന്ന് പറയുന്നു? എന്തുകൊണ്ട് അത് അസ്ലിയായ വാവായിക്കൂടാ? കാരണം ഈ വന്ന വാവ് ഫായിലാണ്. ഫായിലില്ലാതെ സെൻറ്റൻസ് ഉണ്ടാവില്ല. ഗസൗ എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്തു എന്നാണ്. ഉള്ളത്തെ അക്ഷരങ്ങളൊക്കെ നമുക്ക് ഹദ്ഫ് ചെയ്യാം, പക്ഷേ ഫായിലില്ലാത്ത സെൻറ്റൻസ് ഉണ്ടാവില്ല. ഫെയിലും ഫായിലും നിർബന്ധമാണ്. അപ്പോൾ ഇത് ആ പുറത്തുനിന്ന് വന്ന വാവാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? അസ്ലിയായ വാവിനെ ഹദ്ഫ് ചെയ്തു, ലാമുൽ ഫെയിലിനെ ഹദ്ഫ് ചെയ്തു. അതാണ് അവിടെ ഉണ്ടായത്. ഗസ എന്നുള്ളത് ഗസൗ എന്നായി. ഇനി അലിഫുൽ അഫ്വൻ അലിഫുൽ ഇസ്നൈനാണ് വരുന്നതെങ്കിലോ? അലിഫുൽ ഇസ്നൈൻ വരികയാണെങ്കിൽ ഗസ എന്നുള്ളത് ഗസവ എന്നായി മാറും. അപ്പോൾ എന്ത് സംഭവിച്ചു? അലിഫ് അതിൻ്റെ അസിലേക്ക് പോയി. അതുപോലെ റമ എന്നുള്ളത് എന്തായി? റമയ എന്നായി. ഈ അലിഫും അസിലേക്ക് പോയി. ഇനി ഫഅലയും ഫൗലയാണെങ്കിലോ ഇതേപോലെ രണ്ടായി വേർതിരിക്കുക. വാവ് വരുമ്പോഴുള്ള നിയമവും അലിഫ് വരുമ്പോഴുള്ള നിയമവും. വാവ് വരുമ്പോൾ എന്താ സംഭവിച്ചത്? ഫഅലിൻ്റെ ഉദാഹരണമാണ് റളിയ, അതിൻ്റെ ശേഷം വാവ് വന്നപ്പോൾ റളു എന്നായി. അപ്പോഴും എന്തായിട്ടുണ്ട്? ഈ റളു എന്നുള്ള വാവ് വാവ് ജമാഅയാണ്. അപ്പോൾ റളിയൻ്റെ യാ അവിടെ പോയി, ഹദ്ഫ് ചെയ്തു. അതുപോലെ നസു എന്നുള്ളതിൻ്റെ വാവ് വാവുൽ ജമാഅയാണ്. നസിയൻ്റെ യാ അവിടെ പോയി, ഹദ്ഫ് ചെയ്തു. ഇനി അലിഫാണ് വരുന്നതെങ്കിലോ, അലിഫുൽ ഇസ്നൈനാണ് വരുന്നതെങ്കിലോ, ഈ ഫൈല ഫൗലക്ക് ശേഷം അലിഫുൽ ഇസ്നൈനാണ് വരുന്നതെങ്കിൽ എന്താവും? ലാമുൽ ഫിഅലിനെ ഹദ്ഫ് ചെയ്യുന്നില്ല. റളിയ എന്നുള്ളത് റളിയ, നസിയ എന്നുള്ളത് നസിയ, സർവ എന്നുള്ളത് സർവ, പ്രശ്നമൊന്നുമില്ല. എന്നാൽ അവസാനത്തെ അക്ഷരം അലിഫാണെങ്കിലോ, അതായത് ഓൾറെഡി ഇതിൻ്റെ ലാമുൽ ഫിഅൽ അലിഫാണ്, പുറത്തുനിന്ന് വരുന്നതും അലിഫുൽ ഇസ്നൈനാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എന്തായിരുന്നു സംഭവിക്കേണ്ടത്? ഇപ്പോൾ സെറുവ എന്നുള്ളത് സെറുവ എന്നതുപോലെ സഅ എന്നുള്ളത് ഒരു എന്താ വേണ്ടിയിരുന്നു? സഅ അതിൻ്റെ ഒരു അലിഫും കൂടി, അങ്ങനെയായിരുന്നു ആവേണ്ടിയിരുന്നത്. പക്ഷെ നടക്കുമോ? ഇല്ല, രണ്ട് സുക്കൂനുകൾ ഒരുമിച്ച് വരാൻ പറ്റില്ല. അപ്പോൾ ഇതിനെ സഅയ എന്നാക്കും. അത് യാ ആയി മാറും, ആ അലിഫ് യാ ആയി മാറും. അപ്പോൾ മാദിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇനി മുദാരി, നാഖിസായ മുദാരി. മുദാരി അത് അലിഫുൽ ഇസ്നൈൻ വരുമ്പോഴും വാവുൽ ജമാ വരുമ്പോഴും യാ ഉൽ മുഖാത്തബ് വരുമ്പോഴും അതിന് വേറെ വേറെ നിയമങ്ങളാണ്. കാരണം യാ ഉൽ മുഖാത്തബ ഇതിന് മാത്രമാണുള്ളത്, മുദാരിക്കും അമ്രിനും മാത്രമാണുള്ളത്, മാദിക്കില്ല. അപ്പോൾ അലിഫുൽ ഇസ്നൈൻ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ് നോക്കാം. ആദ്യം അവസാനത്തെ അക്ഷരം വാവും യാവും ആകുമ്പോൾ അങ്ങനെയുള്ള ഫെയിലുകൾ ഒരു വിഭാഗം, അവസാനത്തെ അക്ഷരം അലിഫാവുന്ന ഫെയിലുകൾ മറ്റൊരു വിഭാഗം. യാവും വാവും ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അലിഫുൽ ഇസ്നൈൻ വരുമ്പോൾ യർമി എന്നുള്ളത് യർമിയാനി, ഒരു മാറ്റമില്ല, ഹദ്ഫൊന്നുമില്ല. യദ്ഉ എന്നുള്ളത് യദ്ഉവാനി. യസ്ആ എന്നുള്ളതും യഖ്ഷ എന്നുള്ളതും അതെന്ത് സംഭവിക്കും? അവിടെ പറഞ്ഞ പോലെ തന്നെ സഅ എന്നുള്ളത് സഅയാനി എന്നായ പോലെ തന്നെ ഇവിടെ യസ്ആ എന്നുള്ളത് യസ്അയാനി, അലിഫ് യാ ആയി മാറും അല്ലേ? ഇവിടെ എർമിയാനി എന്നായ പോലെ ഇവിടെയും ചെയ്താൽ എന്തായിരിക്കും? യസ്ആ ആനി. അങ്ങനെ പറ്റൂല, രണ്ട് അലിഫുകൾ അടുത്തടുത്ത് വരില്ല. അപ്പോൾ അതിനെ യസ്അയാനി യഖ്ഷയാനി എന്നാക്കും. ഇത് സിമ്പിളാണ് അലിഫിൻ്റെ കാര്യം. വാവ് വരുമ്പോഴോ അവിടെ ഹദ്ഫുണ്ട്. വാവ് വരുമ്പോൾ ഇപ്പോൾ അവസാനത്തിൽ വാവായിട്ടുള്ള ഫെയിലുണ്ട്, അതുപോലെ തന്നെ അവസാനത്തിൽ അലിഫായിട്ടുള്ള ഫെയിലുണ്ട്, അവസാനത്തിൽ യാ ആയിട്ടുള്ള ഫെയിലുണ്ട്. യാ ആയിട്ടുള്ളതാണ് യർമി. യർമി എന്നുള്ളതിൻ്റെ കൂടെ വാവുൽ ജമാ വന്നാൽ എന്താവും? അഫ്വൻ, വാവുൽ ജമാ വന്നാൽ എന്താവും? ഇങ്ങനെയാണ് ശരിക്കും യർമി, അതിൻ്റെ പ്ലസ് ഒരു ഊന അല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇത് യർമി എന്നാണ്, ഇതിന് വാവിന് സുക്കൂനാണ്. അപ്പോൾ നടക്കില്ല, ഹദ്ഫ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ യർമൂന എന്നായി. അതുപോലെ വാവാണെങ്കിലും യദ്ഉ, ഓൾറെഡി ഇതിന് സുക്കൂനാണ്, പിന്നെ ഈ ഒരു സുക്കൂനുള്ള വാവും നൂനാണ് പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ
2 സുക്കൂൻ അടുത്തടുത്ത് വന്നു, ഇത് പോയി. അപ്പോൾ യദ്ഊന എന്നായി. ചുരുക്കി പറഞ്ഞ റിസൾട്ട് എന്താണ്? തുഹ്ദഫു ലാമുൽ ഫിഅൽ, അവസാനത്തെ അക്ഷരം പോയി. വയുളമ്മു മാ ഖബ്ലഹു, പറയാൻ എളുപ്പത്തിന് വേണ്ടി എന്ത് വേണം? ഈ എർമി എന്നുള്ളിൽ ഇവിടെ മീമിന് കസ്റായിരുന്നു, പക്ഷേ ഹദ്ഫ് കഴിഞ്ഞപ്പോൾ എന്തായി? യർമൂന എന്നായി. കാരണം യർമിവുന എന്ന് പറയാൻ പ്രയാസമല്ലേ, യർമൂന എന്നാക്കി. അതുപോലെ യദ്ഉ എന്നുള്ളത് അതൊക്കെ ഓൾറെഡി ലമ്മാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലാമുൽ ഫിഅൽ ഹദ്ഫിയും അതിൻ്റെ മുമ്പത്തെ ലമ്മായിരിക്കും. ഇനി അവസാനത്തെ അക്ഷരം പിന്നെ അലിഫാണെങ്കിലോ, അവസാനത്തെ അക്ഷരം അലിഫായിട്ടുള്ള ഫിഅൽ മുദാരിയാണ്. യസ് ആ യഹ്ഷ, അതിനുശേഷം വാവുൽ ജമാ വന്നാൽ എന്താവും? യസ് ആ എന്നായിരുന്നു, അതിൻ്റെ ശേഷം സുക്കൂനാണ്, ഇങ്ങനെ വന്നു. അപ്പോൾ എന്താവും? പ്രയാസമാണ്. ഈ യാവിനും സുക്കൂന് വാവിനും സുക്കൂന്, അപ്പോൾ എന്ത് ചെയ്യും? ഇത് കളയും. യസ് ഔന, അതുപോലെ യഹ്ഷ, ഇവിടെ സുക്കൂനാണ്, വാവിന് സുക്കൂനാണ്, ഇത് 2 സുക്കൂനായതുകൊണ്ട് ഇത് കളഞ്ഞു. യഹ്ഷൗന. അപ്പോൾ എന്ത് മനസ്സിലാക്കി? ചുരുക്കി പറഞ്ഞ റിസൾട്ട് ഇതാണ്. തുഹ്ദഫു ലാമുൽ ഫിഅൽ, ഈ വെട്ട്. പിന്നെ വയുഫ്തഹു മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പത്തെ അക്ഷരം ഫത്ഹാണ്. അതിൻ്റെ മുമ്പത്തെ ഫത്ത് എന്ന് പറയാൻ കാരണം ഇവിടെ ലമ്മാക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി ഇവിടെ ഇല്ല എന്നേ ഉദ്ദേശിക്കണുള്ളൂ. അപ്പോൾ വാവുൽ ജമാൻ്റെ കഴിഞ്ഞ്. ഇനി യാവുൽ മുഖാത്തബ. യാവുൽ മുഖാത്തബ എന്താണ്? യാവുൽ മുഖാത്തബ വരുമ്പോൾ അവിടെയും വാവും യാവും കൊണ്ട് അവസാനിക്കുന്ന ഫെയിലുകൾക്ക് വേറെ നിയമം, അലിഫ് കൊണ്ട് അവസാനിക്കുന്ന ഫെയിലിന് വേറെ നിയമമാണ്. വാവ് യാവും കൊണ്ട് അവസാനിക്കുന്നത് യഗ്സു, യഗ്സു വാവ് കൊണ്ട് അവസാനിക്കുന്നതാണ്, യഗ്സു. അതിന് ശേഷം യാവുൽ മുഖാത്തബ് വരെയാണ്, 2 സുക്കൂനല്ലേ, അപ്പോൾ ഈ വാവ് പോയി. യഗ് ഇവിടെ ലമ്മയായിരുന്നു, യഗ്സുീന, അപ്പോൾ പ്രയാസമല്ലേ, അപ്പോൾ നമ്മൾ ഈ ലമ്മ മറ്റിൽ കസറാക്കി യഗ്സീന. അപ്പോൾ റിസൾട്ട് ചുരുക്കി പറഞ്ഞാൽ ഇതേപോലെ അവിടെ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? തുഹ്ദഫു ലാമുൽ ഫിഅലി വയുക്സറു മാ ഖബ്ലഹ, അതാണ് നടന്നത് അവിടെ. ഇപ്പുറത്ത് യസ് ആ, യസ് ആ എന്നുള്ളതിൻ്റെ അവസാനത്തെ അലിഫ് സുക്കൂന്, അതിന് ശേഷം ഇങ്ങനെ വരികയാണ്. അപ്പോൾ യസ് ആ എന്ന് പറഞ്ഞിട്ട് സുക്കൂന്, ഇവിടെയും സുക്കൂന്, 2 സാക്കിന് വന്നപ്പോൾ അത് കളഞ്ഞു. അപ്പോൾ എന്താ? യസ് ഐന. ചുരുക്കി പറഞ്ഞാൽ തുഹ്ദഫു ലാമുൽ ഫിഅലി വ യുഫ്തഹു, അല്ലെങ്കിൽ തബ്ഖ ഫത്ഹു, അല്ലെങ്കിൽ യബ്ഖ ഫത്ഹു മാ ഖബ്ലഹു, തസ് ഐന യഖ്ഷൈന. ഇനി അമ്ര മുളാരിൻ്റെ പോലെ തന്നെ, അമ്ര പ്രത്യേകം പറയാനൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തായിരിക്കും? ഇർമിയാനി എന്നായിരിക്കും. അമ്രൻ്റെ ഫസ്റ്റ് ഹംസത്തുൽ വസ്ലല്ല ഉണ്ടാവുക. ഇർമിയാനി, ഉദ്ഉവാനി, ഇസ് അയാനി, ഇഖ്ഷയാനി, ഇർമൂന, അല്ല ഇർമൂന ഉണ്ടാവില്ല, ഇർമൂ അല്ല, അഫ്വൻ, ഞാൻ പറഞ്ഞൊക്കെ തെറ്റി. ഇർമിയാനി അല്ല ഇർമിയ, നൂനുണ്ടാവില്ലല്ലോ, ലാസ്റ്റിൽ നൂനുണ്ടാവോ അമ്രന്? ഇർമിയ, ഉദ്ഉവ, ഇസ് അയ, ഇഖ്ഷയ, ഉർമു, ഇർമു അല്ല ഉർമു അല്ലേ, ഉർമു, ഉദ്ഉ, ഇസ് ഔ, ഇഖ്ഷൗ, അല്ല ഇത് നിസാ അല്ലേ, അവിടെ ഇസ് ഔ ന, ഇതിന് നൂനുണ്ടാവും, നൂൻ നിസ്ബ ഉണ്ടാവും. ഇസ് ഔന ഇഖ്ഷൗന, ഇസ് ഔന ഇഖ്ഷൗന. ഇവിടെ ഇഖ്സീന ഇഖ്ഷൈന, ഇഖ്സീന ഇഖ്ഷൈന. മനസ്സിലായത്? അമ്ര നമ്മൾ മുളാരിനെ അമ്രാക്കുന്നത് ഏതുപോലെയാണോ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അമ്രൻ്റെ കാര്യം ഈ ഫ്ലോ ചാർട്ടിൽ എഴുതിയിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഈ സംഗതി മനസ്സിലാക്കിയാൽ ഇതിലുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ, ഈ മാറുന്ന സ്ഥലങ്ങൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഇവിടെ ഗസൗ എന്നായില്ലേ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിൽ ആദ്യത്തെ രൂപം എഴുതാൻ വിട്ടിട്ടുണ്ടാവും, അതും കൂടി നിങ്ങൾ എഴുതി വെച്ചാൽ പിന്നെ ഒന്നും പഠിക്കാനില്ല. ഗസ എന്നുള്ളത് ഗസൗ, റമ റമയ, അല്ല ഗസ ഗസവ, റമ റമയ. അതുപോലെ ഇവിടെ ഇപ്പുറത്ത് എന്ത് എഴുതണം? റദിയ റദു, നസിയ നസു. അതുപോലെയുള്ള ഈ മാറ്റങ്ങൾ, ആ മാറിയ രൂപങ്ങളൊന്ന് എഴുതി വെച്ചിട്ട് അതൊരു 2-3 പ്രാവശ്യം വായിച്ച് നോക്കിയാൽ കഴിഞ്ഞ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ എങ്ങനെ മാറി എന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതിന് വേണ്ടി പറഞ്ഞു. ഡൗട്ട് ചോദിക്കണമെന്ന് പറയുന്നില്ല, മൊത്തം ഡൗട്ടായിരിക്കും. പക്ഷേ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്നുകൂടി കേട്ട് നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഏകദേശം നമ്മൾ അവസാനത്തേക്ക് എത്തി. ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗം കഴിഞ്ഞ്. എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും പ്രയാസമുള്ളത് സ്വഹീഹ് മുഅത്തലാണ്, മൊത്തം സർഫിൽ സ്വഹീഹ് മുഅത്തലും, വേറെ ഒന്നും പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സ്റ്റെപ്പുകളൊന്നും ഓർക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫെയിലുകൾ, ഈ മാറ്റങ്ങൾ പഠിക്കാം. ഇനി നമുക്കുള്ളത് പിന്നെ
ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയത്? മീസാൻ കഴിഞ്ഞു, അബ്നിയത്ത് കഴിഞ്ഞു, തസ്രീഫുൽ അഫാലിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? മാദി മുതാരി അമ്ര കഴിഞ്ഞു, സഹീഹ് മുഅത്തൽ കഴിഞ്ഞു. ഇനിയുള്ളത് മുത്തഅദ്ദി ലാസിം മുത്തഅദ്ദി. അത് ഒറ്റ ദിവസം ആവശ്യമില്ല, ഒരു ദിവസം ആവശ്യമില്ല അതിന്. പിന്നെ ജാമിദ് മുത്തസറിഫ്, പിന്നെ മജ്ഹൂലും മാലൂമും. ഇതെല്ലാം കൂടി 2 ക്ലാസ് മതി. അപ്പോൾ തസ്രീഫുൽ അഫാൽ കഴിഞ്ഞു. പിന്നെ തസ്രീഫുൽ അസ്മാന് മൊത്തം 2-3 ക്ലാസ് മതി. അപ്പോൾ 5 ക്ലാസ് കൊണ്ട് ഇൻഷാ അല്ലാഹ് തീരും. നമ്മൾ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതൊക്കെ അതിനേക്കാൾ എളുപ്പമായിരിക്കും. പിന്നെ പൊതുവായിട്ടുള്ള നിയമങ്ങൾ ഇദ്ഗാം, ഇമാലത്ത്, ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങൾ, ഇബ്ദാൽ, അത് അവസാനത്തിൽ അതിന് 1-2 ക്ലാസ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു 6-7 ക്ലാസ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത